നമുക്കിന്ന് പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ള എസ്തെറ്റിക് മഗ് ഉണ്ടാക്കാം. നോട്ട് ദ പോയിന്റ്. ഇങ്ങനെ വല്ല സാധനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോരാളിയുടെ സമ്മതത്തോട് കൂടി എടുക്കും. ഞാൻ പിന്നെ സമ്മതം ചോദിച്ചിട്ടില്ല, കാരണം അതിന്റെ അറ്റത്തൊരു ചെറിയ പൊട്ടുണ്ട്. ഇനിയിപ്പോൾ ചോദിക്കാൻ വന്നാലും എനിക്ക് എക്സ്ക്യൂസ് ഉണ്ടല്ലോ, കാരണം പൊട്ടിയ ഗ്ലാസ്സിൽ ചായ കുടിക്കരുത് എന്നാണല്ലോ വിശ്വാസം. അപ്പൊ ഞാൻ ഫോം ക്ലേ യൂസ് ചെയ്തിട്ട് കുറച്ച് ചെറീസ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു ഫോം ക്ലേന്റെ റെഡ് കളർ എനിക്ക് അത്ര പിടിച്ചില്ല, അപ്പൊ ഞാൻ ആൽക്കഹോൾ മാർക്കർ അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് കുറച്ച് ചെറിയുടെ കളറായിട്ട് മാറിയത്. ഇനി നമുക്ക് കുറെ കുഞ്ഞി ബോൾസ് ഉണ്ടാക്കിയിട്ട് ആ ഒരു മഗ്ഗിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെറീസ് ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നി അതിലൊരു റിബൺ കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എസ്തെറ്റിക് ആവുന്നു. റിബൺ ഉണ്ടാക്കുന്ന പ്രോസസ് ഈസ് വെരി സിമ്പിൾ. അങ്ങനെ റിബൺ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ റിബൺ നമുക്ക് ആ മഗ്ഗിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടി അതിന് ഞാൻ കുറച്ച് ഡിസൈൻ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റിബണിന്റെ പണി കഴിഞ്ഞിട്ടില്ല, ഇനി അതിന്റെ വാലും കൂടി നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എസ്തെറ്റിക് മഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അത് കുറച്ചും കൂടി ഗ്ലോസി ഫിനിഷ് ആവാൻ വേണ്ടിയിട്ട് ഗാർണിഷിന് പകരം ഫെവിക്കോൾ ആണ് അടിച്ചു കൊടുക്കുന്നത്. അവസാനം ഞാൻ ഉണ്ടാക്കിയ മഗ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. കോൾ അടിച്ചപ്പോൾ അതിന്റെ കളർ കുറച്ച് ഫെയ്ഡ് ആയിട്ടുണ്ട്. ഇനി അതിന് കുറച്ചുകൂടി കളർ കൊടുക്കണോ വേണ്ടെന്ന് നിങ്ങൾ പറയും. ഇനി ഇത് കഴുകാൻ പറ്റുമോ എന്ന് ആരും ചോദിക്കേണ്ട, പറ്റില്ല.